പന്നി തിന്നുന്ന വാളവര തിന്നാൻ ആഗ്രഹിച്ചു. കുട്ടൻ പന്നിക്ക് പോലും ഇവനെ എടുക്കാൻ ചെല്ലുമ്പോൾ പന്നി മുക്കറാകിടുന്നത്. അന്നേരം ഇവൻ പുറകോട്ട്, ഈ കഴിക്കാത്തത് കൊണ്ട് അതിൻ്റെ ക്ഷീണവുമുണ്ട്. അവന് ചിന്തിച്ചാണ് പന്നിയുടെ ഊത്ത് മേടിച്ച് ആകുന്നതിലും നല്ലത് കഴിക്കാതെ ആകുന്നതാണ്. സ്തോത്രം. പന്നികൾ തിന്നുന്ന തവിട്ട് പൂജിച്ച നിന്യമകാലങ്ങൾ മറന്നു പോയി സാധു മന്നവനെ തിരുമേശയിൽ നിന്നും സ്വർണ്ണകര ഭോജനം ഞാൻ തിന്നു വരും നിന്നും കാരുണ്യ പൂരാ കടലേ കരളലിയുഗ ദിനമന്നു കാരുണ്യ പൂരാ കടലേ. ചുരുക്കി പറഞ്ഞാൽ ഈ വാളവര തിന്നാൻ ആഗ്രഹിച്ചെങ്കിലും കിട്ടിയില്ല. എല്ലാം ഒന്ന് മുട്ട് വന്നു തുടങ്ങി, രണ്ട് ആഗ്രഹിച്ചതൊന്നും കിട്ടുന്നില്ല. പൗരനിൽ പോയി ആശ്രയിച്ചു, രക്ഷയില്ല. അവന് മനസ്സിലായി നജിക്കാൻ പോവുക. അവൻ ഒടുവിൽ മനസ്സിലായി ഇനി ഒരൊറ്റ രക്ഷയുള്ളൂ. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്ന ഞാനോ ഇവിടെ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുക. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്ക ചെല്ലും, എന്നിട്ട് അപ്പനോട് പറയാം, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവന് മനസ്സിലായി ഞാനൊരു പാപിയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. അവൻ എല്ലാവരും പാപം ചെയ്തു. പാപിയായ മനുഷ്യന്റെ നിലവിളിയ അവനൊരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്ക ചൊല്ലും. അപ്പനോട് കാര്യമെല്ലാം തുറന്ന് പറയും. അപ്പനെ കാണും. ഇവൻ അപ്പനെ കാണാനാ ഇങ്ങോട്ട് വന്നെങ്കിലും ആദ്യം അപ്പനായി ഇവനെ കണ്ടേ എന്ന് പറഞ്ഞ ഒറ്റ വാക്കി പറഞ്ഞ് നിർത്താം. ഏത് മഹാപാപിയെയും കാണുന്ന ഒരു പിതാവുണ്ട്. നിന്റെ മാതാവോ പിതാവോ സഹോദരങ്ങളോ വേണ്ടപ്പെട്ടവരോ ചാർച്ചക്കാരോ സഭക്കാരോ ഒന്നും നിന്നെ കാണുകയല്ല. നീ കുടിയനാ, വെറിയനാ, തെമ്മാടിയാ, അവൻ ഗതിയില്ലാത്തവനാ, അവന് ഗതി കെട്ടവനാ, അവൻ കാര്യമൊന്നുമില്ല, ഇവനെ നശിച്ചു പോയി, ഓ ഇനി ഇവനെ കണ്ടിട്ടും വലിയ കാര്യമില്ലെന്നെല്ലാം നമ്മുടെ കുടുംബക്കാരും ചാർച്ചക്കാര് പ്രിയപ്പെട്ടവരും ചിന്തിക്കും. പക്ഷേ നിന്നെ കാണുന്ന ഒരു നല്ല പിതാവുണ്ട്. ഇന്ന് രാത്രി സ്നേഹിത സുഹൃത്തെ, നിരാശപ്പെട്ടു പോകരുത്. ആരും നിന്നെ കാണത്തില്ലെങ്കിലും ദൂരത്തിരുന്ന് നിന്നെ കാണുന്ന ഒരു നല്ല പിതാവുണ്ട്. ഏത് പാപിയും അനുതാപത്തോടെ മടങ്ങി വന്നാൽ അവനെ കെട്ടിപ്പിടിച്ച് മുത്തമിട്ട് അകത്തോട്ട് സ്വീകരിക്കുന്ന ഒരപ്പൻ. എം എ ചെറിയാച്ചനൊരു പാട്ട് പാടി ഇവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക. എല്ലാം തുലച്ചു നീച്ച പന്നിയും തീറ്റ തിന്നു വല്ലാതെ നാൾ കഴിച്ചു എന്നെ തള്ളാതെ മേത്തരമ അങ്കിയും മോതിരവും എല്ലാം തരും നപ്പന എന്നെ തള്ളാതെ മേത്തരമ അങ്കിയും മോതിരവും എല്ലാം തരും നപ്പന. അപ്പൻ ഇവനെ കെട്ടിപ്പിടിച്ച് മുത്തമിട്ടതെല്ലാം കൊടുത്തു. സ്തോത്രം. അവനെ അവിടുന്ന് വന്നപ്പോ പാടിയൊരു വരിയുണ്ട്. കെട്ട മകനെ പോലെ ദുഷ്ട വഴികളിൽ എന്നിഷ്ടം പോൽ ഞാൻ നടന്നു എന്നെ കെട്ടിപ്പിടിച്ചു മുത്തമിട്ടങ്ങു സ്വീകരിപ്പാൻ ഇഷ്ടപ്പെടുന്നപ്പന എന്നെ കെട്ടിപ്പിടിച്ചു മുത്തമിട്ടങ്ങു സ്വീകരിപ്പാൻ ഇഷ്ടപ്പെടുന്നപ്പന ആമേൻ. എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ. നിന്നെ കെട്ടിപ്പിടിച്ച് മുത്തമിടുന്ന ഒരു അപ്പനുണ്ട്. നീ കെട്ട മകനെ പോലെ ദുഷ്ടവഴികളിലൊക്കെ നടന്നെങ്കിൽ ആരും നിന്നെ ഗവനിക്കുന്നില്ല, ആരും നിനക്ക് സഹായമില്ലെങ്കിൽ ഇന്ന് രാത്രി സ്നേഹിത സുഹൃത്തെ, മാതാവേ, പിതാവേ, അനുതാപത്തോടെ മടങ്ങി വന്നാൽ നിന്നെ കെട്ടിപ്പിടിച്ച് മുത്തമിട്ട് അവൻ വീട്ടിൽ കൊണ്ടുപോയി നിന്റെ കാലിന് ചെരുപ്പിട്ട് അവൻ പ്രൈസ് ദി ലോർഡ് നിനക്ക് വേതനമായ അങ്കി തന്ന് ശ്രേഷ്ഠമായ ഭോജനം തരുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വാ. ആമേൻ. ഹല്ലേലൂയ. വീട്ടിലേക്ക് മടങ്ങി വാ, വീട്ടിലേക്ക് മടങ്ങി വാ. ദൂരത്ത് നിന്ന് അപ്പനവനെ കണ്ടു. സ്തോത്രം. ദൂരത്ത് നിന്ന് കാണണം. രണ്ടാമതായിട്ട് ദൂരത്ത് നിന്ന് കാണണ്ട കാര്യം മത്തായി സുവിശേഷം 27 അധ്യായത്തിന്റെ 55 വാക്യം വായിച്ചേ. ദൂരത്ത് നിന്ന് കാണേണ്ട രണ്ടാമത്തെ കാര്യം പെട്ടെന്ന്.
ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ വിസ്തരിക്കുന്നില്ല, ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് ചിന്തിക്കാം. ദൂരത്ത് നിന്ന് ഈ സ്ത്രീകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. എന്തുവാന്നറിയോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരുവൻ ക്രൂശിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്നു. 35 വാക്യം വായിച്ച സഹോദരി, വിസ്തരിക്കാൻ നേരമില്ല. 35 വായിര്. എന്തുവാ ദൂരത്ത് നിന്ന് കണ്ടെന്ന്? അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവന്റെ ക്രൂശിൽ ഒരുവൻ തറക്കപ്പെട്ട് കിടക്കുക. പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവരി മേട് വരെ കുരിശുമരം ചുമന്നുകൊണ്ട് വേച്ചും വിറച്ചും വീണും എഴുന്നേറ്റും കഠോരകൃതന്മാരാകുന്ന കാട്ടാളന്മാരാകുന്ന പടയാടുകളുടെ അടിയുമൊക്കെ മുഖത്ത് രോമമെല്ലാം പിഴുതെടുക്കപ്പെട്ടവനായി, മുൾക്കിരീടധാരിയായി, മുതുക് ഉടുമ്പുചാല് പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി, അവൻ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ടവൻ കുരിശുമെടുത്തുകൊണ്ട് ആ കാൽവരിയിലേക്ക് പോകുകയാണ്. തനിയെ ക്രൂശെടുത്ത ദൈവസുത എന്നാദിയകറ്റാൻ തനിയെ ക്രൂശെടുത്ത ദൈവസുത പിന്നാലെ ഞാനൻ ക്രൂശുമെടുത്ത് വരുന്നിതാ കൃപതാ. പിന്നാലെ ഞാനൻ ക്രൂശുമെടുത്ത് വരുന്നിതാ കൃപതാ. ക്രൂശും വഹിച്ച കുന്നിന്മീത് പോകുവതാരോ, ക്ലേശം സഹിച്ചോരഗതിയെ പോലെ ചാകുവതാരോ. അപ്പൊ ശ്രദ്ധിക്കുക, ആ കുരിശുമരം ചുമന്ന് ആമൻ ഗോൽഗോഥായിൽ ചെന്ന് 2 ദുഷ്പ്രവർത്തിക്കാണ് നടുവിൽ ആമൻ ഇരുമ്പാനുകളാൽ തറക്കപ്പെട്ട് തൂങ്ങപ്പെട്ട് കിടക്കുന്ന ലോകരക്ഷകനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു, ദൈവത്തിന് മകത്ത്. ഈ കാഴ്ചയ അവൻ 55 വാക്യത്തിൽ സഹോദരിമാരെല്ലാം ദൂരത്ത് നിന്ന് കാണുക. എന്തുവാ? ക്രൂശിലൊരുവൻ തൂങ്ങപ്പെട്ട് കിടക്കുന്നു. ഇന്ന് രാത്രി നീ ക്രൂശിലോട്ട് നോക്ക്. ഇന്ന് രാത്രി യേശുവിന്റെ ക്രൂശിൽ നോക്ക്. നിന്റെ പാപം മാറ്റുവാൻ, നിന്റെ ശാപം മാറ്റുവാൻ, നീ രക്ഷപ്പെടുവാൻ, നിനക്ക് സമാധാനം ഉണ്ടാകുവാൻ, നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്നെ രക്ഷിപ്പാൻ ഒരുവൻ ക്രൂശിൽ കിടക്കുന്നു. ഇന്ന് രാത്രി ആ ദൂരത്ത് നിന്ന് കാണണം. ആര് ക്രൂശെ നോക്കും അവൻ രക്ഷപ്പെടും. ആര് ക്രൂശിൽ പ്രശംസിക്കും അവന് വിടുതലാ. എനിക്കോ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ക്രൂശിൽ നോക്കി ആർക്കും ദോഷം വന്നിട്ടില്ല. ആ ക്രൂശിൽ നോക്കി ഒരുവനും നശിച്ചു പോയിട്ടില്ല. അവൻ സകല മനുഷ്യരുടെ രക്ഷയ്ക്ക് കാരണമായ ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ആ ക്രൂശിങ്കിലേക്ക് കൺകുളിയർത്ത് നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. പെട്ടെന്ന് 2 കാര്യം കൂടെ പറഞ്ഞ് അങ്ങിരിക്കുക. ഒന്ന്, ദൂരത്ത് നിന്ന് അപ്പം കണ്ടു പാപിയായ മനുഷ്യനെ. അവൻ കാണേണ്ട കാര്യമാ ക്രൂശെ കാണാൻ ദൂരത്ത് നിന്ന്. അങ്ങനെ ക്രൂശിൽ നോക്കിയാൽ നീ രക്ഷപ്പെടും. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ക്രൂശെ നോക്കിയെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അവൻ ക്രൂശെ നോക്കി ദൂരത്ത് നിന്ന്. 2, അങ്ങനെ 3, ഇനി ദൂരത്ത് നിന്ന് പിന്നെ നോക്കേണ്ടത് എന്നതാ. ആദ്യം പാപിയായൊരു മനുഷ്യൻ വരിക, അപ്പം ദൂരത്ത് നിന്ന് കണ്ട് അവനെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോയി. അവൻ ക്രൂശെ നോക്കണം. ഇനി ദൂരത്ത് നിന്ന് നോക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം 22:4 വായിച്ചോ. നേരമില്ല, പെട്ടെന്ന് വായിച്ചങ്ങ് പോകാം. 3-ാം ദിവസം അബ്രഹാം നോക്കി. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. മതി മതി മതി. ഇത് ദൂരത്ത് നിന്ന് കണ്ടത് ആരാധിക്കേണ്ട സ്ഥലമാണ്. നീ അതിലെല്ലാം പോയി കൈയടിച്ച് നടക്കാതെ അവിടെ ഒരാഴ്ച പോയി, അപ്പുറം 2 ആഴ്ച പോയി, പിന്നെ അവിടെ ചെന്ന് എവിടെ ചെന്നാലും പുള്ളി ഒരു വെളിവില്ലാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. അബ്രഹാം ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. ഏത് സ്ഥലമാ? ദൈവം പറഞ്ഞ സ്ഥലം.
ഒരു രാത്രി ഈ ദൈവം അബ്രഹാമിനോട് പറയുക, പ്രത്യക്ഷപ്പെട്ട്, അവരാച്ച നീ സ്നേഹിക്കുന്ന ഏകജാതനാകുന്ന നിന്റെ മകൻ ഇസഹാക്കിനെ തന്നെ, അങ്ങനല്ലയോ സഹോദരി? ഇസഹാക്കിനെ, അപ്പോൾ അവൻ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായി ഇസഹാക്കിനെ തന്നെ. ഇസഹാക്കിനെ തന്നെ തെറ്റരുത്, കാരണം ഇസ്മായിലിനെ കണ്ടിക്കരുത്, അവനെ കണ്ടിക്കാനും ഉണ്ട്. സാറാ കൊച്ചമ്മ വേണേ പറയാം, അച്ഛാ ഇവനെ കണ്ടിക്കണ്ട, അവനെ കണ്ടിക്കുക, അവനെ അല്ലെങ്കിലും ഞാനൊന്ന് കണ്ടിക്കാനായിട്ട്. അവൻ്റെ അമ്മയെ കണ്ടിക്കാൻ നോക്കി ഒത്തില്ല, എന്നാൽ ഇവനെയെങ്കിലും ഒന്ന്. ഈ പെണ്ണുങ്ങൾ രണ്ടും കൂടെ എന്തോ ബോൾത്തായിരുന്നു. ഒരുത്തി നിറവയറോടൊരൊറ്റ ഓട്ടം. അയ്യോ, പൂർണ്ണഗർഭിണിയായ ഒരു സ്ത്രീ ഒരു വീട്ടിൽ നിന്ന് ഓടണമെങ്കിൽ ആ വീട്ടിൽ നിന്ന് തള്ള ഏത് വകുപ്പാ? അല്ല, നിങ്ങൾ അമ്മമാരും സഹോദരിമാരും അല്ലേ? പൂർണ്ണഗർഭവതിയായ ഒരു സ്ത്രീയെ നിറവയറോടെ ഒരു വീട്ടിൽ നിന്ന് ഓടണമെങ്കിൽ മറ്റേ പുള്ളിക്കാർ നല്ല ആറ്റം സൈസാ. നന്ന് സ്തോത്രം. രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ബോളത്തായാന് ഇടയ്ക്ക് നിൽക്കുന്ന നമ്മളാ ഇല്ലേ? അമ്മയും ഭാര്യയും കൂടെ കുരുക്ക. നമ്മൾ എന്നാ ചെയ്യും? ഭാര്യയുടെ പക്ഷം പറയാൻ പറ്റുമോ? അമ്മയുടെ പക്ഷം? അല്ല, നിങ്ങളൊന്ന് സമാധാനം പറ, ചുമ്മാ ഇങ്ങനെ ഇരിക്കാതെ ഇല്ലേ? അമ്മയും ഭാര്യയും രണ്ടും നമുക്ക് വിലപ്പെട്ടവരാ. ഭാര്യ കൂടെ ഉഭയസമ്മതത്തിൻ്റെ ഉടമ്പടി മരണം വരെ, മരണത്താൽ അല്ലാതെ അങ്ങനെ കുരുക്കിട്ടാ വിട്ടേക്കുന്നത്. മരണത്താൽ ഒന്നും പറഞ്ഞില്ലേ? ഓ, അടിച്ചെടുത്തോണ്ട് പോരുമായിരുന്നു. പക്ഷേ ഒന്നും പറയാൻ ആരുമില്ല. ഞങ്ങൾ ഓട്ടോയിലിരുന്ന് ഞാൻ അവളോട് കാര്യമല്ല പറഞ്ഞേടി വീട്ടോട്ട് ചെല്ല, അമ്മയോട് നീ കയറി. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അമ്മയും ഭാര്യയും രണ്ടും നമുക്ക് വിലപ്പെട്ടവരാ. അമ്മ 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച അമ്മയാ. അപ്പൊ ഈ അമ്മയും ഭാര്യയും കൂടെ കുരുക്കാണെങ്കിൽ നമ്മൾ ഞരങ്ങുന്നത് ആരാ? പിന്നെ നമ്മൾ തന്നെ പറയാ, എടി നീ അങ്ങ് അടങ്ങേ, അമ്മയല്ലേ. ഞാൻ അടങ്ങത്തില്ല. നിങ്ങൾ മിണ്ടാതിരിക്കുന്ന ആ തള്ള ഇങ്ങനെ കിടന്ന് ചാടുന്നേ. അവൾ ഇങ്ങനെ നിൽക്കുക അല്ലേ, കമ്പിത്തിരി പോലെ. കമ്പിത്തിരി കത്തിക്കുമ്പോൾ ഒരു ചീറ്റും പൊട്ടലും. അവൾ ഒതുങ്ങുകയല്ല. ഒന്ന് നമ്മൾ അമ്മയോട് എന്ന് പറഞ്ഞ, അമ്മ അങ്ങ് ക്ഷമിക്കുക. അതാടാ നിനക്കിപ്പോൾ ഞാൻ മിണ്ടുന്നത് അല്ലേ? ഇത് നമുക്ക് പ്രയാസമാണ്. ആട്ടെ, പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങളിപ്പോൾ ചിലർ ചിന്തിക്കുക, പക്ഷേ വയ്യെങ്കിലും അത് ഇച്ചിരി പറ, അവളും വന്നിട്ടുണ്ട്, തള്ളയും വന്നിട്ടുണ്ട്, രണ്ടും വന്നിരിപ്പുണ്ട്. പാസ്റ്റൊക്കെ വയ്യേലും ഞങ്ങൾ പ്രാർത്ഥിക്കാം. കുറച്ച് നേരം കൂടെ രണ്ടും നല്ല പറ്റിയ വാർതാനാ. കുറേ നാൾ കൊണ്ട് ഞാൻ കിടന്ന് കൈക്ക് രണ്ടും ഏതെങ്കിലും ഒന്ന് ഗുണമായാൽ മതി. നേരമില്ല, നാളെ ഇങ്ങ് വാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇസ്മായിലിനെ കണ്ടിക്കരുത്, ഇസഹാക്കിനെ തന്നെ. അരുളപ്പാട് കേട്ട് യവറാച്ചൻ അടങ്ങിക്കിടന്നിൽ അധികാലത്തെടുന്നിട്ട് കടലേക്ക് കോപ്പിട്ട് ബാല്യക്കാരെ ക്രമപ്പെടുത്തി തന്റെ മകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് കത്തിയുണ്ട് വിറകുമൊക്കെ എടുത്തുകൊണ്ട് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകുക. എന്തിനാന്നറിയാം? ആരാധിക്കാൻ. ആ നോട്ടത്തിന്റെ ആദ്യം ദൂരത്ത് നിന്ന് കാണേണ്ടത് പാപിയായ മനുഷ്യൻ. ആ പാപിയായ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് മുത്തമിട്ട് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നീ കാണേണ്ടത് ക്രൂശെ കാണണം. നിനക്ക് വേണ്ടി ജീവനെ തന്നവരും ക്രൂശിൽ കിടക്കുന്നു. നിനക്ക് വേണ്ടി രക്തം ചിന്തിയൊരുവൻ ക്രൂശിൽ കിടക്കുന്നു. നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നൊരുവൻ ക്രൂശിൽ കിടക്കുന്നു. ആ ക്രൂശിൽ ദൂരത്ത് നിന്ന് കണ്ടാൽ പിന്നെ അടുത്ത് കാണേണ്ടത് ആരാധിക്കുന്ന സ്ഥലമാണ്. ക്രൂശെ കണ്ട ചുമ്മാ നടന്ന ആരാധിക്കേണ്ട ഇടം കാണണം. ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, ഇതൊക്കെ വേറെ പുസ്തകത്തിൽ എടുത്തെടുത്ത് പറയേണ്ടതാ. ഒറ്റ വാക്കി പറയാം, ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ബേബി ആരാധിക്കരുത്, തങ്കനെ ആരാധിക്കരുത്, ചിന്നമ്മ കയറി ആരാധിക്കരുത്, ബാബുക്കുട്ടിച്ചാനെ കയറി ആരാധിക്കരുത്, തമ്പിച്ചായനെ ആരാധിക്കരുത്, കെയ്യ പ്രകാമനെ ആരാധിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഉണ്ണുണ്ണി സാറിനെ ആരാധിക്കരുത്, ജോണിനെ ആരാധിക്കരുത്, തോമാച്ചൻ ചാരോൻ തോമാച്ചനെ ആരാധിക്കരുത്. ആരാധിക്കുന്നുണ്ടെന്നല്ല, ചിലർക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഇളക്കം കയറും. എന്നെ ആരാധിക്കരുത്, ദൈവദാസനെ ആരാധിക്കരുത്, അപ്പനെ ആരാധിക്കരുത്, അമ്മയെ ആരാധിക്കരുത്. അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. ഒരു മണ്ണിനെയും തൂണിനെയും തുരുമ്പിനെയും ആരാധിക്കരുത്. വൃക്ഷലതാദികളോ പക്ഷിമൃഗാദികളോ കന്നുകാലിയോ ഒന്നിനെ ആരാധിക്കരുത്. പാമ്പിനെ ആരാധിക്കരുത്. മൃഗങ്ങളെ ആരാധിക്കരുത്. പൂജര ഖേജര വസ്തുക്കളെ ഒന്നുമല്ല ആരാധിക്കേണ്ടത്. അതിനെയൊക്കെ ബഹുമാനിച്ചോ. ആരാധിക്കേണ്ടത് ദൈവത്തെയാ.
ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധനക്ക് യോഗ്യൻ ദൈവമാ. തന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ആരാധനക്ക് യോഗ്യൻ ദൈവം. പ്രൈസ് ദി ലോർഡ്. അതല്ലേ പൊന്നും മൂരും കുന്തിരിക്കം കൊണ്ട് കാഴ്ച വെച്ച് വീണ് വണങ്ങി അവനെ നമസ്കരിച്ചെന്ന. അമ്മ അടുത്ത് കിടപ്പുണ്ട്, അമ്മയെ തട്ടി ദൂരോട്ട് കളയേണ്ടത് അല്ല, കിടന്നോട്ടെ. പക്ഷെ ആരാധനയ്ക്ക് യോഗ്യൻ അവനാ. അന്ന് മകരം നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നെ മൂരെ കുന്തിരിക്കം കാഴ്ച വെച്ചു. അന്ന് മകരം നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നെ മൂരെ കുന്തിരിക്കം കാഴ്ച വെച്ചു. ഓ വന്നു മകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നെ മൂരെ കുന്തിരിക്കം കാഴ്ച വെച്ചു. ഉന്നതാധികാരമുള്ള സന്നമിച്ചു ഘോഷിക്കുന്നീതാ നിജംഗമായി സിയോൻ മണവാളനെ, ശ്രീനരപതിയെ സിയോൻ മണവാളനെ, നാചപാത്രമായ ലോകം ആകെ ഉദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയെ സിയോൻ മണവാളനെ. ആരാധനക്ക് യോഗ്യൻ അവൻ ദൈവം തമ്പുരാനാ. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്? ഇനി ആരെ ആരാധിക്കേണ്ടത്? ഇപ്പോഴത്തെ ആരാധനയൊക്കെ വലിയ വിചിത്രമാണ്. ഇതെല്ലാം കൂടി ഇങ്ങനെ വെക്കുമ്പോൾ ചുമ്മാ ഇരിക്കുന്ന മേരിയും കിടന്ന് തുള്ളുക, ഒരു കഴമ്പും ഉണ്ടായിട്ടില്ല. അവസാനം പറയാം നാളെ വരുവാ, ഇല്ല ദേഹത്തിന് വേദനയാ. ഉമ്മ ഇങ്ങനെ അരിച്ചാക്ക് കൊള്ളും പോലെ ഇതെല്ലാം കൂടെ വെച്ച് ഇങ്ങനെ അടിക്കുമ്പോൾ അതൊന്നും അല്ല ആരാധന. സ്തോത്രം. ഇപ്പോഴത്തെ മിക്ക പാട്ടുകാരെ നിങ്ങൾ എല്ലാവരുടെയും അല്ല. കറണ്ട് പോയ ഉടനെ ആരാധന പോയി. കറണ്ട് പോയ ഉടനെ തീർന്നു. പിന്നെ വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം. കറണ്ട് വരുമ്പോൾ പിന്നെ ഇളക്കാൻ തുടങ്ങും. എടാ മൂലമറ്റത്തിൽ നിന്നാണ് അവിടെ ആരാധന വരുന്നേ. മൂലമറ്റത്തല്ലേ പവർ ഹൗസ്? എന്നാ പറ്റി? പിന്നെന്നാ മൂലമറ്റത്താണോ ആരാധന ഇരിക്കുന്നത്? കറണ്ട് ഉണ്ടേലും കറണ്ട് ഇല്ലേലും, തമ്പേർ ഉണ്ടേലും തമ്പേർ ഇല്ലേലും, സ്വോത്രം കസേര ഉണ്ടേലും കസേര ഇല്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, വണ്ടി ഉണ്ടേലും വണ്ടി ഇല്ലേലും, കഴിക്കാനുണ്ടെങ്കിലും കഴിക്കാനില്ലെങ്കിലും, കാശുണ്ടെങ്കിലും കാശില്ലെങ്കിലും, ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാ. അവിടുത്തെ ആരാധിക്കണം. അവിടുത്തെ മാത്രമേ ആരാധിക്കാവൂ. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആരാ ആരാധിക്കേണ്ടത്? ആ ചുമ്മാപോയവരെല്ലാം കയറി ആരാധിക്കരുത്. ആ വ്യവസ്ഥയുണ്ട്. വിസ്തരിക്കുന്നില്ല. ഇസ്രായേൽ മക്കൾ 430 വർഷം ഇസ്രായേലിലായിരുന്നു. 215 വർഷം പീഡ. ഒടുവിൽ കുഞ്ഞാടിനെ അറുത്ത് ജോർദത്തിൽ ആചരിച്ച് ഇങ്ങോട്ട് പോന്നു. ഒടുവിൽ കുഞ്ഞാടിനെ അറുത്ത് രക്ഷ. ചെങ്കടൽ കടന്നു, സ്നാനം. മറുകര കയറിയപ്പോൾ തപ്പെടുത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങി. മിസ്രൈമിൽ 430 വർഷം കിടന്നിട്ട് ഒറ്റ ദിവസം ആരാധിച്ചതായിട്ട് വാക്യം വേണം. നല്ല പെരുക്കി കഴിപ്പ്, വില കൂടാതെ നിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി അതെല്ലാം അടിച്ച് പെരുക്കി ജീവിച്ചു. പക്ഷേ ആരാധിച്ചെന്ന് വാക്യമില്ല. നന്നായിട്ട് കഴിച്ചെന്ന് വാക്യമുണ്ട്. പക്ഷെ ആരാധിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചത് ചെങ്കടൽ കടന്ന് അക്കരെ കയറിയപ്പോൾ ആരാധിച്ചത് എന്ന് പറഞ്ഞാൽ ശരിയായ ആരാധന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് മറുകര കയറിയിട്ട് വന്നുള്ള ആരാധനയാണ് ശരിയായ ആരാധന. സ്തോത്രം സ്തോത്രം സ്തോത്രം. കുഞ്ഞാടിനെ അടുത്തത് രക്ഷയെ കാണിക്കുക, ചെങ്കടൽ സ്നാനത്തിന് നിഴല. അങ്ങനെയെങ്കിൽ അവ ചെങ്കടൽ കിടന്നപ്പോൾ ആ തപ്പെടുത്ത് നൃത്തം ചെയ്തത്. ചെങ്കടൽ കണ്ടെന്ന മിരിയ തൻ കൈയിൽ തപ്പട്ട് താർത്തതുപോലെ, ചെങ്കടൽ കടന്ന മിരിയാം തൻ കൈയിൽ തപ്പെടുത്താർത്തതുപോൽ, പാപത്തിൻ ചെങ്കല പൊട്ടിച്ചെറിഞ്ഞതാ, പാപത്തിൻ ചെങ്കല പൊട്ടിച്ചെറിഞ്ഞതായി ഞാൻ നിന്നെ ആരാധിക്കും, ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ഓ ഞാൻ നിന്നെ ആരാധിക്കാം, ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ആ പാട്ട് ഗന്നേശ്വരത്ത് സഭയിലുണ്ടായിരുന്ന പരുത്തമ്പാറയിൽ ഒരു ചാക്കോ സാറിന്റെ പാട്ടാ. നല്ല പാട്ടാ.
നല്ല നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം ശവസംസ്കാരത്തിന് ഞങ്ങൾ പോയി സംബന്ധിച്ചു. നല്ല ഭക്തനായ മനുഷ്യനായിരുന്നു. അതെ, അപ്പോൾ അവൻ ആരാധനയ്ക്കുള്ള ഇടം അപ്പുറം ദൂരെ വെച്ച് കണ്ടു. അപ്പൊ ആരാധിക്കാൻ അപ്പനും മോനും പോയപ്പോ ചെറുക്കൻ കയറി ചോദിച്ചു, അപ്പാ അല്ലേ കത്തിയും വിറകുമൊക്കെ ഉണ്ട് യാഗത്തിനുള്ള? ചെറുക്കനറിയാം ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടി വേണം. അപ്പൊ ആരാധനയ്ക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ടെന്ന് ചെറുക്കന് നല്ലതുപോലെ അറിയണം. നമ്മുടെ പിള്ളേരെ അത് അറിയണം, പിള്ളേരെ അത് പഠിപ്പിക്കണം. കൊച്ചുങ്ങൾ അറിയണം ആരാധനയ്ക്ക് എന്ത് വേണം എന്തൊക്കെ. അത് അറിയണമെങ്കിൽ കൊച്ചുങ്ങളുടെ മുന്നിൽ അപ്പനും അമ്മയും ആരാധിക്കണം. നീയുമ്മ വെടിക്കാരൻ്റെ ഓടി ഇരിക്കും പോലെ വന്ന് ഇരിക്കുക. കൊച്ചുങ്ങൾ പറയാ സ്തുതിച്ചാട്ടെ. കൊച്ചുങ്ങൾ പറഞ്ഞ സൗകര്യമില്ലെന്ന് പറയും. സ്തുതിക്കടാ ഒക്കുകയല്ല. നമ്മൾ അവരെ ആരാധിപ്പിക്കണമെങ്കിൽ ആദ്യം സ്റ്റേജായിരിക്കുന്ന ഞാൻ സകലം ആരാധിക്കണം. മാതൃക കാണിച്ചു കൊടുക്കണ്ടേ? രണ്ട് പിള്ളേരോട് പറഞ്ഞു, ആദ്യത്തെ പാഠം എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ട് നടക്കണം. നമ്മളെ പറ്റി ഒരു ആക്ഷേപമുണ്ട്, നമ്മളല്ല കറങ്ങി നടക്കുന്നതാണ് ഒരു ആക്ഷേപം. ക്ലാസ് എടുക്കുക. അമ്മ ഞണ്ട്. മക്കളെ നിങ്ങളെല്ലാവരും നേരെ ഉടനെ ഒരു കുഞ്ഞഞ്ഞണ്ട്. അപ്പോൾ സൂത്രക്കാരനാ മമ്മി ഒന്ന് നടന്ന് കാണിക്കാൻ. മനസ്സിലായല്ലോ? എടാ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നാം മാതൃക കാണിക്കണം. അന്നേരം അതുങ്ങളും ആരാധിക്കാം. അത് ചെറുക്കനറിയാം ആരാധനയ്ക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട. അവൻ ചോദിച്ച മൃഗമെന്ത് ചെയ്യുന്നു? അബ്രഹാം നല്ല മനുഷ്യൻ. അബ്രഹാം മോനെ വിശ്വാസം പിടിച്ച് മോനെ യഹോവ വന്ന്. ഇന്നത്തെ അബ്രഹാം പറയും, നിന്നോട് ഈ കാര്യം വല്ലതും ചോദിച്ചാൽ നിന്നെ കണ്ടിക്കാനാ കൊണ്ടുപോകുന്നത്. വഴിക്ക് വെച്ച് തന്നെ ചെറുക്കൻ അപ്പനെ കണ്ടിക്കും. താൻ ഇത്ര വിശ്വാസം പറഞ്ഞ എന്നെ എന്ത് പ്രശ്നം ഉണ്ടാക്കി? യാഗവും നടക്കുകയല്ല, യോഗവും നടക്കുകയല്ല. അബ്രഹാം ചെറുക്കനെ വിശ്വാസം പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ദൂരത്ത് നിന്ന് അബ്രഹാം സ്ഥലം കണ്ടു. ഏതാ? ആരാധനയുടെ സ്ഥലം. ഞാൻ വിവരിക്കുന്നില്ല, അത് കാണണം. ദൈവത്തെ ആരാധിക്കണം, സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം, പരമാർത്ഥ മനസ്സോടെ ദൈവത്തെ ആരാധിക്കണം, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കണം, പൂർണ്ണ ആത്മാവോടെ ആരാധിക്കണം. വിശ്വസ്തരായി നിന്ന് വേണം ദൈവത്തെ ആരാധിക്കാൻ. ദൈവ സ്നേഹത്തിൽ വേണം ആരാധിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യമോടെ പറഞ്ഞങ്ങ് നിർത്താം. ഒന്ന്, ദൂരത്ത് നിന്ന് അപ്പം കണ്ടു. പാപിയായ മനുഷ്യനെ ചേർത്തകത്തോട്ട് കൊണ്ടുപോവുക. അങ്ങനെ പാപിയായ മനുഷ്യൻ കാണേണ്ടത് ദൂരത്ത് നിന്ന് ക്രൂശ് കാണണം. അങ്ങനെ ക്രൂശ് കണ്ട് അനുദപിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ പിന്നെ സത്യാരാധന കാണണം. ആരാധന. അങ്ങനെ ആരാധന കണ്ട് മുമ്പോട്ട് പോയാൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 13 വായിക്കുന്നത് പോലെ ദൂരത്ത് നിന്നത് കാണണം. ആരാധനയ്ക്ക് വന്ന് അത് കണ്ട് വിശ്വസ്തരും വിശുദ്ധരുമായി ആമേൻ വേർപാട് പാലിച്ച അപ്പോസ്തലിക ഉപദേശത്തിൽ അടിയുറച്ചു നിന്ന് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാരാണ് ആ പട്ടണത്തിൽ ചെല്ലുന്നത്. നീ അപ്പന്റെ വീട് കാണാതെ, ക്രൂശ് കാണാതെ, ആരാധനയ്ക്കുള്ള ഇടം കാണാതെ നീ പോയാൽ ഒടുവിൽ പിന്നെ നീ വേറൊരു ഗതികേട് കാണും. അതുകൂടെ വായിച്ചങ്ങ് നിർത്താം. ഒടുവിൽ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 16-23 വായിര്. ക്രൂശ് കാണാതെ, അപ്പന്റെ വീട് കാണാതെ, ആരാധിക്കുന്ന ഇടം കാണാതെ നീ പോയാൽ പിന്നെ നീ കാണുന്നത് ഇല്ലേ നമ്മുടെ പുള്ളി കണ്ടത്. ധനവാനും മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ, പാതാളത്തിൽ എനിക്ക് കാല് വേദനിക്കുന്നു. ഞാനിവിടെ ഇതിങ്ങോട്ട് വെച്ചിട്ട് നീക്കി വെച്ചത് വയ്യ, ഇതങ്ങോട്ട് വെച്ചത്. സ്തോത്രം. ഞാൻ നിർത്തുക. എന്നാലും അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചേര്. അതാ നല്ലത്. അല്ല കസാര ഇട്ടാ ആട്ടെ. ഏതല്ല ഒരു കസാര എടുക്കാനുള്ള ആക്കം ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകൂടെ വായിച്ചേ സഹോദരി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ, പാതാളത്തിൽ പുള്ളി യാതന അനുഭവിക്കുമ്പം മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും പുള്ളി ഇപ്പോഴാ കാണുന്നത്. ജീവിച്ചിരുന്നപ്പോഴൊന്നും പുള്ളി ഇത് കണ്ടില്ല. പുള്ളിയുടെ പടിവാരൊക്കെ കിടക്കാറുന്നില്ല. ലാസർ ജീവിച്ചപ്പോഴൊന്നും കണ്ടില്ല.
ഇല്ലേ? പടിവാതൊക്കെ കിടക്കുന്നതല്ലേ എഴുതിയേക്കുന്നത്. ലാസർ എന്ന് പേരുള്ള വ്രണം നിറഞ്ഞൊരു മനുഷ്യൻ അവന്റെ പടിപ്പുരക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. ആഗ്രഹിച്ചെന്നുള്ള അയാൾ കൊടുത്തൊന്നൊന്നുമില്ല. ഇയാൾ അവിടെ കിടന്ന് ആഗ്രഹിക്കുക അപ്പം കിട്ടുമെന്ന് ഓർത്ത്. അതെ, അപ്പൊ ലാസർ ഈ ധനവാന്റെ പടിപ്പുരവാതൊക്കെ കിടക്കുക. ഈ ധനവാൻ കയറുകയും പോകുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് കാണണ്ടേ? അവൻ കണ്ടില്ല. ലോകം അങ്ങനെ ഗതികേട് പിടിച്ചവനെ, ദരിദ്രനെ, വ്രണം നിറഞ്ഞവനെ, നല്ല വസ്ത്രമില്ലാത്തവനെ, സുഖലോലുപത ഇല്ലാത്തവനെ ഒന്നും ആരും കാണുകയില്ല, സമക്കാരും കാണുകയില്ല. പിന്നെ നിങ്ങളൊരു വലിയ സഭയിലൊന്നും ചെന്നേ ആത്മഭാരം കൊണ്ട് നിന്നെ മൈൻഡ് ചെയ്യത്തില്ല. അവര് നോക്കുന്നത് കുടുംബക്കാര്, സിറിയനിൽ നിന്ന് വന്ന ആരൊക്കെ ഉണ്ട്, കനായിൽ നിന്ന് വന്നത് ആരൊക്കെ ഉണ്ട്, ആർസിന്ന് വന്നത് ആരൊക്കെ ഉണ്ട്. സ്തോത്രം. ഇങ്ങനെയൊക്കെയാ ലോകം മുഴുവൻ കാശുള്ളവനെയും കഴിവുള്ളവനെയും മിടുക്കന്മാരെയും സമ്പത്തുള്ളവരെയൊക്കെയാ കാണുന്നത്. ദരിദ്രനെ ആരും കാണത്തില്ല, വ്രണം നിറഞ്ഞവനെ ആരും കാണത്തില്ല. ഇല്ലില്ല, കാണുകയല്ല, കാണാൻ കണ്ണില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് നോക്കിക്കേ, കാണുമോ? ഇപ്പോഴത്തെ ചില സഭകൾ തന്നെ കാശുള്ളവരെല്ലാം കൂടെ ഒരു സഭ, കാറും കാശുള്ളവരെല്ലാം കൂടെ ഒരു സഭ, കളറുള്ളവരെല്ലാം കൂടെ ഒരു സഭ, കളർ കുറഞ്ഞതെല്ലാം കൂടെ ഒരു സഭ, ഗതികേടെല്ലാം കൂടെ ആണെന്ന് ഭയങ്കര ആത്മഭാരവുമാ. വണക്കെ കിടക്കുക ഒരുത്തൻ ലാസർ. ധനവാനൊന്നും കണ്ടില്ല, പക്ഷെ ഇയാൾ ചത്തു. ആര്? ഞാൻ ഇന്നലെയും പ്രസംഗം പറഞ്ഞു, ധനവാൻ മരിച്ചു. ആദ്യം ലാസറാ മരിച്ചേ, അങ്ങനല്ലയോ സഹോദരി? ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഈ ലാസറിനെ പറ്റി വായിക്കുന്ന കൊണ്ടുപോയെന്ന, എങ്ങനെ കൊണ്ടുപോയെന്ന. ധനവാനെ പറ്റി വായിക്കുന്ന കൊണ്ടുപോകാൻ ആളില്ലായിരുന്നു, കൊണ്ടുപോയില്ല, പുള്ളി പെട്ടു. വായിച്ചേ, ധനവാനും മരിച്ചടക്കപ്പെട്ടു. പെട്ടു. അങ്ങനെ ലാസറിനെ ദൂതന്മാര് വന്ന് കൊണ്ടുപോയി, അങ്ങ് കൊണ്ടുപോയി. ധനവാൻ മരിച്ചടക്കപ്പെട്ടു. പെട്ടു. എവിടാ പെട്ടത്? തീജ്വാല, യാതന, ഭയങ്കര ഉഷ്ണം, പരവേശം. മേളിൽ ഇരുന്നപ്പോ നന്നായിട്ട് സുഖിച്ചതാ. പുള്ളി ബ്രാൻഡഡ് സാധനമേ ഉപയോഗിക്കുള്ളൂ. ഞാൻ വാൻ കുസൈൻ്റെത് അലൻസോളിയുടെ ഷർട്ട് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. ഒരു നന്നായിട്ട് കരക്കിരുന്ന് സുഖിച്ചവനാ. ഇപ്പൊ പെട്ടു. പുള്ളി പെട്ട് കുഴഞ്ഞ് അവിടെ കിടന്നുകൊണ്ട് പുള്ളി നോക്കിയപ്പോൾ പടിവാളിൽ കിടക്കുന്ന ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നു. പണ്ടൊക്കെ ഞാൻ ഓർത്ത് ഇതിനു വേണ്ടും വലിയ മടി, അവറാച്ചനെ അബ്രഹാം ഈ വലിയ മടിയായിട്ട് ചാകുന്നവരെല്ലാം അങ്ങോട്ട് ചെന്ന്, മടിയെന്ന് ഉദ്ദേശിച്ചത് പറദീസായ. അവൻ അബ്രഹാം പിതാവിൻ്റെ മടിയാകുന്ന പറദീസായിൽ ഇരുന്ന് ദൈവത്തിന് മഹത്വം ആശ്വസിക്കുക. ഈ പുള്ളി ഇവിടെ കടന്ന് യാതന അനുഭവിക്കുക. പുള്ളി ഒത്തിരി സുഖിച്ചത്, അതുകൊണ്ടാണ് ഇപ്പം അനുഭവിക്കുന്നത്. കണ്ടമാനം സുഖിക്കുന്നവരൊക്കെ ഒടുവിൽ അനുഭവിക്കും ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ വിസ്തരിക്കുന്നില്ല. ഇപ്പൊ പുള്ളി എല്ലാം കാണുന്നുണ്ട് കേട്ടോ. ജീവിച്ചിരുന്നപ്പോൾ ഒന്നും കണ്ടില്ല. ജീവിച്ചിരുന്നപ്പോൾ അബ്രഹാമിനെയും കാണുന്നില്ല, മോശയെയും കാണുന്നില്ല, പ്രവാചകന്മാരെയും കാണുന്നില്ല, വചനവും കാണുന്നില്ല, ലാസറിനെ ഒന്നും കാണില്ല. അങ്ങ് പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എല്ലാം ക്ലിയർ ആയിട്ടാണ് കാണുന്നത് അല്ലേ? ഞങ്ങളുടെ അവിടെ കൂട്ടായ്മയ്ക്ക് വരുന്നൊരു അമ്മയുണ്ടായിരുന്നു. അമ്മയൊക്കെ ഇരുന്ന് ഉറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, ഉറങ്ങുകയാണോ? കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അതല്ല രസം. അതിനോട് ചേർന്ന് പറയാ, എന്നെ കാണിക്കുന്നതെല്ലാം ക്ലിയറായിട്ടാണ്. ഈ പുള്ളി ക്ലിയറായിട്ട് ഇപ്പൊ കാണുക. അബ്രഹാം പിതാവിനെ കാണുന്നു, മടി കാണുന്നു, ലാസർ ഇരിക്കുന്ന കാണുന്നു. ഇപ്പൊ കണ്ടിട്ട് കാര്യമില്ല. പുള്ളി അവിടെ കിടന്നോണ്ട് മേപ്പോട്ട് നോക്കി. ചത്ത് കഴിഞ്ഞ് കുഞ്ഞവറാച്ചാ നീ മേപ്പോട്ട് നോക്കിയാലെന്നാ കീപ്പോട്ട് നോക്കിയാലെന്നാ. ആ നോട്ടം കരയ്ക്ക് ജീവിച്ചിരുന്നപ്പോൾ നോക്കിയിരുന്ന ഇവൻ രക്ഷപ്പെട്ടേനും.
ഈ ഭൂമിയുടെ മുഖത്തെ നീ ജീവിച്ചിരുന്നപ്പം ആ നോട്ടം മേളിലോട്ട് നോക്കിയിരുന്നെങ്കിൽ നിനക്ക് രക്ഷയായിരുന്നു. കത്ത് കഴിഞ്ഞ് മേപ്പോട്ട് നോക്കിയാലില്ല, ഹീപ്പോട്ട് നോക്കിയാലില്ല, പിന്നെ എന്നെ മേപ്പോട്ട് വിടാന്ന് പറഞ്ഞ ആൾക്കാർ വരും. സ്തോത്രം ചൊല്ലുത്തി മേപ്പോട്ട് കയറിയോ, അവരാച്ചം കയറിയോ, പകുതി വരെ ആയി നിൽക്കുക. അടുത്ത കൊല്ലം മിക്കാറും എടാ ഊളത്തരവെല്ലാം നിർത്തേ, ജീവിച്ചിരിക്കുമ്പോൾ ഉറപ്പിക്കണം. കത്ത് കഴിഞ്ഞ് പ്രസംഗിച്ചോ, പാടിയോ, പ്രാർത്ഥിച്ചോ, ചൊല്ലിയോ, ചൊലുത്തിയോ, ഊതിയോ, ഹുന്തിയോ, പുകച്ചോ, ആമൻ സ്തോത്രം ചെയ്തോ, ചെയ്യിപ്പിച്ചോ, ആർക്കും ആരെയെങ്കിലും വിടാനൊക്കത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനാകുന്ന യേശുവിന്റെ നാമം. ഇന്ന് രാത്രി ആ ക്രൂശിലേക്ക് കൺകൾ ഉയർത്ത്. നിനക്കും നിന്റെ കുടുംബത്തിന് രക്ഷയാ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുക. കാൽവറി ക്രൂശിൽ കാണൂ സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവായ എന്നെ ദൈവം മിത്രമാക്കിയേ. കാൽവറി ക്രൂശിൽ കാണൂ സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവായ എന്നെ ദൈവം മിത്രമാക്കിയേ. രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഓരോ വിപത്തുകളിൽ എന്നെ ശാശ്വത ഭുജങ്ങളാൽ മാർമോടണച്ചിടോ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ശാശ്വത ഭുജങ്ങളാൽ മാർമോടണച്ചിടോ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ മുൻപടയായി പിൻപടയായി അഗ്നിമേഘത്തൂണുകൾ സൈന്യങ്ങളിൽ അധിപൻ കൂടെയുള്ളതായി. മുൻപടയായി പിൻപടയായി അഗ്നിമേഘത്തൂണുകൾ സൈന്യങ്ങളിൽ അധിപൻ എന്നോർത്തുകൊള്ളുക. തൻ സ്നേഹത്തോടെ ആശ്വാസം പ്രാപിപ്പാൻ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, എല്ലാവരും കൈയടിച്ചു ശാശ്വത സ്വരൂപൻ ആത്മസ്നേഹിതൻ